രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. രാത്രി എന്തോ സ്വപ്നം കണ്ടാണ് അവൾ ചാടിയെഴുന്നേറ്റത്. എന്താണ് കണ്ടതെന്ന് വ്യക്തമായിരുന്നില്ലെങ്കിലും എസിയിലും അടിമുടി അവളെ വിയർത്തൊഴുകി. ശബ്ദമൊക്കെ തൊണ്ടയിൽ കുടുങ്ങിയ പോലെ അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിൽ എന്തൊക്കെയോ ഭീകരമായ ചിത്രങ്ങൾ. വേഗം കണ്ണുകൾ മുന്നിലെ സോഫയിലേക്കാണ് പോയത്. അതിൽ കമിഴ്ന്നൊരുവൻ കിടപ്പുണ്ട്. അത് കണ്ടതും എങ്ങനെയൊക്കെയോ അവൾ കട്ടിൽ നിന്നും പിടഞ്ഞിറങ്ങി. ഭയം ആകെ പിടിമുറുക്കിയത് കൊണ്ട് തന്നെ കാലുകൾ പതറുന്നുണ്ടായിരുന്നു. പക്ഷെ തന്നെ ഏത് ആഴക്കടലിൽ നിന്നും രക്ഷിക്കാൻ പറ്റും പോലെ ഒരു തുരുത്തായി അവൻ മുന്നിലുള്ളപ്പോൾ ആ പേടിയിലും അവൾ അവനരികിലേക്ക് നടന്നു ചെന്നു. ഓടിപ്പോയി അവന്റെ നെഞ്ചിലേക്ക് വീഴാൻ പാകത്തിൽ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ വികൃതമായ രൂപങ്ങള് മനസ്സിനെ കെട്ടിമുറുക്കിയിട്ട് അവൾക്കാകെ വയ്യാത്ത പോലെ തോന്നി. എങ്ങനെയോ കട്ടിലിന്റെ സൈഡിൽ പിടിച്ചും വലിഞ്ഞു അവൾ അവന്റെ അരികിലേക്ക് എത്തിയപ്പോഴേക്കും ആകെ തളർന്ന പോലെ പെണ്ണവന്റെ കൈഭാഗത്തേക്ക് വീണ്ടിരുന്നു. ഭാരമുള്ളത് എന്തോ പെട്ടെന്ന് വന്നിരിക്കുന്ന പോലെയുള്ള ആ തട്ടലിൽ ഉറക്കം മുറിഞ്ഞവൻ കൈവലിക്കുമ്പോൾ കാണുന്നത് തന്റെ തലഭാഗത്ത് ആകെ ഭയന്നിരിക്കുന്നവളെയാണ്. ധാത്രി, മോളെ. ആദ്യമുണ്ടായ പകപ്പങ്ങോട്ട് മാറിയതും അവൻ ചാടിപ്പിടിച്ചെഴുന്നേറ്റ് അവളെ ഉയർത്തിയിരുത്തി. എന്താടാ, എന്തു പറ്റി? അവളുടെ കവിളിൽ തട്ടിപ്പിടിച്ച് അടുത്തേക്കിരുത്തി ചോദിക്കുമ്പോഴേക്കും അവൾ അവനെ വട്ടം ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തി കഴിഞ്ഞിരുന്നു. വംശി ഞെട്ടിപ്പോയി. അവളിവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഏതാണ്ടൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായിട്ടും തന്റെ സാമീപ്യം ഇപ്പോഴും അവളിൽ ഭയം തീർക്കുന്നുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് ഈ മാറിക്കിടത്തം. പെട്ടെന്ന് അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് ഓരോ കൗൺസിലിംഗ് ടൈമിലും ഡോക്ടർ പ്രത്യേകം പറഞ്ഞേൽപ്പിക്കാറുണ്ട്. ആദ്യമൊക്കെ തന്റെ നിഴലിൽ പോലും അവളെ ഭയപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോ അരികിലിരിക്കാനും സംസാരിക്കാനും ഒക്കെ അവൾ ഭയക്കാത്ത ആ ഒരു അവസ്ഥയിലൂടെയാണ് അവൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും തന്റെ സ്പർശം, താനൊന്ന് തൊട്ടാൽ പോലും അറിയാതെ പിടിക്കുന്ന അവളുടെ മനസ്സ്, അതിനരികിലെത്താൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. വെറുതെ തമാശക്കെങ്കിലും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോൾ ആ ശരീരം അസ്വസ്ഥമാകുന്നത് താൻ അറിയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് അവൾ നേരിട്ട് ഇങ്ങോട്ട് വന്ന് തന്നെ കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിലും സ്വപ്നതുല്യമായ ആ നിമിഷത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ വംശിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഈ പോയ നാളുകളിലത്രയും വംശി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതവന്റെ ധാത്രിക്ക് വേണ്ടി മാത്രമായിരുന്നു. തന്റെ മേലുള്ള അവളുടെ പിടുത്തം പിന്നെയും പിന്നെയും മുറുകിയതും അവളുടെ ഭയം അവനും മനസ്സിലായി. ധാത്രി, എന്താടി മോളെ, പേടിച്ചോ നീ? അവളുടെ പിടുത്തം അല്പം പോലും അയക്കാതെ കാൽമുട്ടുകൾക്കിടയിലൂടെ കൈയിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലെടുത്തു വെക്കുന്ന ലാഘവത്തിൽ എടുത്തിരുത്തിക്കൊണ്ട് അവൻ അവളോട് ചോദിച്ചു. എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കണം എന്നറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നുമില്ല, എന്റെ പെണ്ണെന്തോ സ്വപ്നം കണ്ടതാണ്. കിടക്കുന്നതിന് മുന്നേ നീ പ്രാർത്ഥിച്ചില്ല അല്ലേ? ഒപ്പമുണ്ടായിരുന്ന നാളുകളിൽ എപ്പോഴോ ഉറക്കം ഞെട്ടി എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞപ്പോൾ രാത്രിയിൽ നാമം ജപിച്ച് കിടക്കാത്തത് കൊണ്ടാണെന്ന് അവൾ വഴക്ക് പറഞ്ഞത് ഓർത്തെടുത്തുകൊണ്ട് വംശി അവളെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് ആ കവിളിൽ മെല്ലെ തലോടിയതും പെണ്ണത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. ശരിക്കും ഒരു കുഞ്ഞു ബൊമ്മക്കുട്ടിയെ പോലെയാണ് വംശിക്ക് ആ നിമിഷം അവളെ തോന്നിയത്. അപ്പൊ അതാ കാര്യം. എന്റെ കൊച്ചു സമാധാനമായി ഉറങ്ങിക്കോ. ഇനി ഒരു വേണ്ടാത്ത സ്വപ്നവും നീ കാണില്ല. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിന്റെ വിച്ചേട്ടൻ അടുത്തില്ലേ കൊച്ചേ? കുറുമ്പിൽ മനോഹരമായ പുഞ്ചിരിയോടെ ചോദിക്കുന്നവന്റെ ചിരിയിൽ നോക്കിയിരുന്നവളുടെ കണ്ണിൽ നിന്നും ഭയം എങ്ങോട്ടോ മാഞ്ഞുപോയി. തന്റെ മുഖത്തു നിന്നും കണ്ണു മാറ്റാതെയുള്ള അവളുടെ നോട്ടം കണ്ടതും വംശി അവളെ കുറച്ചുകൂടി നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. പിന്നെ സോഫയിലേക്ക് മെല്ലെ ചാരി അവളെ നെഞ്ചിൽ ചേർത്ത് കിടത്തി തട്ടിക്കൊണ്ടവൻ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പരസ്പരം ബന്ധമില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ പോലും അവന്റെ സംസാരം കേട്ടുകേട്ട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. തന്റെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചേർന്ന് കിടന്നുറങ്ങുന്നവളുടെ നാളുകൾക്കപ്പുറം ഇങ്ങനെ അരികിൽ കണ്ട് വംശി അത്രയും ആഗ്രഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഹൃദയം തുളുമ്പി വീഴാൻ പോകുന്ന പോലെ തോന്നിയപ്പോഴൊക്കെ അതെല്ലാം ചുംബനങ്ങളായി അവളുടെ മുഖമാകെ പൊഴിച്ചുവിട്ടു. വർഷങ്ങളായ കാത്തിരിപ്പിനൊടുവിൽ തന്റെ കയ്യിൽ കിട്ടിയ മാണിക്യത്തെ ആ രാത്രി മുഴുവനും അവൻ നോക്കിയിരുന്ന് താലോലിച്ചു. ഒരു നിമിഷമെങ്കിലും കണ്ണടച്ചു പോയാൽ ഉറങ്ങിപ്പോകുമെന്ന് ഭയന്നുകൊണ്ട് അവൻ ആ പെണ്ണിനെ കുഞ്ഞു ചുംബനങ്ങളാൽ തൊട്ടു തലോടി ആ രാവിനെ പകലാക്കി. ഒരുപക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനിയും അവൾ തന്നിൽ നിന്ന് അകന്നു മാറി നിന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിന്റെ ഭംഗി കളയാൻ അവൾ ആഗ്രഹിച്ചില്ല. അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തിയും വിരൽത്തുമ്പുകളിൽ പോലും എണ്ണമുടങ്ങാത്ത ചുംബനങ്ങൾ നൽകിയും അവളുടെ കുറുനിരകളെ മാടി ഒതുക്കിയുമൊക്കെ ഇരുന്നവന്റെ കണ്ണുകൾ
പ്രഭാതത്തിൽ എപ്പോഴോ അറിയാതെ അടഞ്ഞുപോയി. ദേഹമാകെ വല്ലാത്തൊരു വേദന തോന്നിയാണ് അന്നവൾ കണ്ണു തുറന്നു നോക്കിയത്. എന്തോ പരിചയമില്ലാത്ത എന്തിലോ ആണ് കിടക്കുന്നതെന്ന് പറഞ്ഞവൾ ഞെരിപിരി കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴാണ് ഒരുവന്റെ താടി കാണുന്നത്. ഒരു നിമിഷം അവൾ പഴയ ധാത്രിയായി. വിരലുകൾ അറിയാതെ അവന്റെ താടിയിലൂടെ ഒന്നുഴഞ്ഞു. അസ്വസ്ഥത തോന്നി അവൻ മുഖം വെട്ടിക്കുന്ന കണ്ടതും പെണ്ണിൽ പിന്നെയും കുസൃതിയായി. അവൾ പിന്നെയും അതുപോലെ ചെയ്തതും അവൻ മുഖം വെട്ടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് അവൾക്ക് താൻ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായത്. അവൾ ചാടി എഴുന്നേറ്റു. അവളുടെ ആ വെപ്രാളത്തിൽ അവനും. പെട്ടെന്നെന്തോ അവനെ മുന്നിൽ കണ്ടതും അവൾ പരിഭ്രമിച്ചുകൊണ്ട് മുന്നിൽ നിന്നും മാറാൻ നോങ്ങിയതും വംശി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്നെ പേടിയാണോ ധാത്രി നിനക്ക്? അവൻ ആ ചോദ്യം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. പറയ് ധാത്രി, നിനക്കെന്നെ ഭയമായിട്ടാണോ ഞാനൊന്ന് അടുത്തേക്ക് വരുമ്പോൾ പോലും നീ എന്നെ തള്ളി മാറ്റി ഓടുന്നത്? അത്രയും വേദനയുള്ള അവന്റെ ചോദ്യം കേട്ടതും പെണ്ണ് തിരിഞ്ഞു വന്നവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. എനിക്ക് ഉത്തരം വേണം ധാത്രി. ഞാൻ വിച്ചേട്ടനല്ല. ഞാൻ ഞാനാണ് ചീത്ത. ഞാൻ വേണ്ട വിച്ചേട്ടന്. ഞാൻ ചീത്തയാ. ഒരു കൂട്ടം ദുഷ്ടന്മാർ. നിർത്തടി. ദേഷ്യത്തിൽ വംശിയുടെ അലർച്ചയിൽ ആ ഭിത്തികൾ പോലും കിടുങ്ങിപ്പോയി. ഇനി ഒരു വട്ടം കൂടി നീ ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ, അലർന്ന പോലെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ വലതു കൈ മുന്നിലെ കണ്ണാടിയിലേക്ക് വാശിയിൽ ഇടിച്ചു നിർത്തി. ധാത്രി ശരിക്കും ഭയന്നുപോയി. നാളുകൾക്കിപ്പുറം അവൻ ആ പഴയ വംശിയെ കണ്ടു. ആ രാക്ഷസനായ വംശിയെ. വിച്ചേട്ടാ, അവന്റെ പ്രവൃത്തി കണ്ട് തറഞ്ഞു നിന്നവൾ കയ്യിലൂടെ ഒഴുകുന്ന ചോര കണ്ട് ഓടി അടുത്തേക്ക് ചെന്നു. വിച്ചേട്ടാ, തൊട്ടുപോകരുതെന്നെ. അവൾ പിടിച്ച കൈ പിന്നിലേക്ക് വലിച്ചുകൊണ്ടവൻ കൈ കുടഞ്ഞതും ചോരത്തുള്ളികൾ താഴെയും കട്ടിന് മുകളിലും അവളുടെ മുഖത്തുമൊക്കെയായി ചിതറി വീണു. മുഖത്തേക്ക് വീണ ചോരത്തുള്ളിയിൽ ഭയന്ന് അവൾ പുറം കൈകൊണ്ട് അത് തുടയ്ക്കാൻ പോയതും പെട്ടെന്ന് വംശിയുടെ കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. നിന്റെ ഭാഗ്യമോ നിർഭാഗ്യമോ, ഞാനാണ് നിന്റെ വിധി. അവളുടെ നെറ്റിയിൽ പതിഞ്ഞ ചോരത്തുള്ളികളെ ആ ചോര കയ്യാലെ തന്നെ അവൻ ആ നെറുകെ ചുമപ്പിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടന്നതിന്റെ പകപ്പിൽ അവൾ നിൽക്കുമ്പോൾ അത്രയും ദേഷ്യത്തിനിടയിലും വംശിയുടെ ചുണ്ടൊന്നു വിടർന്നു. ഇതേ സമയം നാളുകൾക്കിപ്പുറം തന്റെ സീമന്തരേഖ ചുമന്നതിന്റെ ഞെട്ടലിലും ഒപ്പം തന്നെ അവനത് എങ്ങനെയാണ് ചോപ്പിച്ചത് എന്നുള്ള വെപ്രാളത്തിലും അവൾ ആ കയ്യിൽ പിന്നെയും പിടുത്തമിട്ടു. പറഞ്ഞല്ലോ നിന്നോട് എന്നെ തുടരുതെന്ന്. അവൾ പിടിമുറുക്കിയ കൈത്തണ്ട വലിച്ചു മാറ്റി അവൻ പിന്നെയും പുറകിലേക്ക് നീങ്ങി നിന്നു. വിച്ചേട്ടാ, കളിക്കല്ലേ, ഒരുപാട് ചോര പോകുന്നുണ്ട്. പെണ്ണ് പിന്നെയും അടുത്തേക്ക് നടന്നു എന്നതും അവൻ ഇടതു കൈകൊണ്ട് അവളെ തടഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. വാശി കാണിക്കില്ലേ വിച്ചേട്ടാ, മുറിവ് ആഴത്തിലാണ്, ചോര പോകുന്നത് കാണുന്നില്ലേ? അതുവരെ ഉണ്ടായിരുന്ന സമാധാനം മാറി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പോകട്ടെ, അല്ലേലും ഞാൻ ചത്ത ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. നിസ്സാരം പോലെ അവൻ പറഞ്ഞതും അവളുടെ കൈ അവന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. അഹങ്കാരം പറയുന്നോ? കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ. അവൾ അടിച്ച അടി അവന്റെ രോമത്തിൽ പോലും ഏശിയില്ലെങ്കിലും ചെറുക്കൻ ചിറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഒപ്പം ആ കൈയും തട്ടിമാറ്റി. വിച്ചേട്ടൻ ഇത് എന്താ കാണിക്കുന്നേ? അവന്റെ കയ്യിലൂടെ ഒഴുകുന്ന ചോരയെ നോക്കി അവൾ സങ്കടത്തോടെ ചോദിച്ചു. നിന്റെ ശരീരത്തിൽ എനിക്ക് തൊടാൻ പറ്റാത്ത പക്ഷം നീ എന്തിനാ എന്റെ ശരീരത്തിൽ തൊടുന്നത്? അവന്റെ ആ ചോദ്യത്തിൽ ഞെട്ടിപ്പോയി അവൾ. ഇതേ സമയം അകത്തെ മുറിയിലെ ശബ്ദം കേട്ട് വാതിലിൽ ആഞ്ഞു തട്ടുകയായിരുന്നു ഉത്തര. ഇവിടെ പ്രശ്നമൊന്നുമില്ല ഉത്തര. കുറെ നേരമായി ഡോറിലിട്ട് അടിക്കുന്ന ശബ്ദം കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ അകത്തുനിന്ന് വംശി വിളിച്ചു പറഞ്ഞതും ഉത്തര തട്ടുന്നത് നിർത്തി. പക്ഷെ അപ്പോഴും എന്തോ താഴെ വീണുടയുന്ന ശബ്ദവും അതിന്റെ പിന്നാലെ കേട്ട വംശിയുടെ അവ്യക്തമായ ശബ്ദങ്ങളും അവളെ ഭയപ്പെടുത്തി. ആ മുറിയുടെ വാതിൽ നിന്ന് തിരിഞ്ഞു നടന്നെങ്കിലും നോട്ടം അപ്പോഴും അതിൽ തന്നെയായിരുന്നു. ആ നേരത്താണ് ധൃതി പിടിച്ച് അഗ്നി അകത്തേക്ക് വന്നത്. കയ്യിൽ ഓഫീസിലെ 3-4 ഫയലുകളും. സാധാരണ അവൻ വരുമ്പോൾ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോകുന്നവൾ അന്ന് ആദ്യമായി അവനടുത്തേക്ക് ഓടിച്ചെന്നു. അതിന്റെ ഒരു ഞെട്ടൽ അഗ്നിയുടെ മുഖത്തും ഉണ്ടായിരുന്നു. അഗസ്ത്യ സർ. പുല്ല്, അവളുടെ ഒരു അഗസ്ത്യ സർ. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ കയ്യും കെട്ടി അവളെ നോക്കി. സാറ് വന്നത് എന്തായാലും നല്ല സമയത്താണ്. രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേൾക്കുന്നത് അവരുടെ മുറിയിൽ എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദവും വംശസാറിന്റെ ഒച്ചപ്പാടുമാണ്. നോക്കിയിട്ടൊന്നും സാറ് റൂം തുറക്കുന്നില്ല. സിദ്ധി ഇപ്പോഴും പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ലല്ലോ. അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ. കാര്യം പറയുന്നത് തന്നോടായിരുന്നെങ്കിലും അവളുടെ കണ്ണും ശ്രദ്ധയും അപ്പോഴും ആ മുറിയിലേക്കാണെന്ന് കണ്ടതും അഗ്നി അവളുടെ കൈത്തൊടയിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിർത്തി. എടി, അകത്തുള്ളത് വംശിയും സിദ്ധിയുമാണ്.
വംശിക്ക് എന്തെങ്കിലും വരുന്നത് സിദ്ധിയോ, സിദ്ധിക്ക് ദോഷം വരുന്ന ഒന്നും വംശിയോ ചെയ്യില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ ആവാതെ നീ നിക്ക്. അവര് രണ്ടുപേരും സമയം പോലെ ഇറങ്ങി വന്നോളും. അല്ലേടി, എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. നിനക്കെന്താ പെണ്ണെ വല്ലവരുടെയും ബെഡ്റൂമിൽ കാര്യം? അവളിൽ നിന്നും ഇത്തിരി പിന്നിലേക്ക് മാറി ചൂണ്ടുവിരൽ താടിയിൽ തട്ടി കയ്യും കെട്ടി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. തന്നെ കളിയാക്കിക്കൊണ്ടുള്ള അവന്റെ ചിരിയും ചൂഴ്ന്ന നോട്ടവും ഒക്കെ കൂടി ആയതും അവൾക്ക് പെരുവിരലിൽ നിന്നങ്ങ് പെരുത്തു കയറി. ദേ, ഞാൻ മര്യാദയ്ക്ക് എന്റെ കാര്യം നോക്കി നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടുതൽ അങ്ങ് പാതിയിൽ നിർത്തി അവൾ പല്ല് ഞെരിച്ചു. കൂടുതൽ അങ്ങ് ഉണ്ടാക്കാൻ വരില്ലെന്ന് അതല്ലേ നീ പറയാൻ വന്നത്? അതെന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് അങ്ങ് പറയടി ചീറ്റപ്പുലി. അവനൊരു ചിരിയോടെ അവളെ സൈഡിലേക്ക് തോള് മുട്ടിച്ചു നിന്നു. അവന്റെ ആ ഒറ്റ കണ്ണിറുക്കിയുള്ള ചിരി, അതാണ് പെണ്ണിന്റെ ടെമ്പർ തെറ്റിക്കുന്നത്. എടോ എടോ, തന്നെ ഞാൻ എടോ മനുഷ്യ, അകത്തുള്ളവളെ വിട്ടിട്ട് ദൂരെ എങ്ങും പോകാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ കുളക്കോഴിയുടെ കുടലും പണ്ടവും ഞാൻ പണ്ടേ കുത്തിപ്പറിച്ച് പുറത്തിട്ടേനെ. അവനെ സൈഡിലേക്ക് തള്ളിയിട്ട് പെണ്ണ് വന്ന് സോഫയിലേക്ക് ഇരുന്നു. ആരാടി പുല്ലേ നിന്റെ കൊളക്കോഴി? പാഞ്ഞു പിടിച്ച് പിന്നാലെ ചെന്നവൻ. താൻ താനല്ലാതെ ആര്? അവൾക്ക് മൊത്തം പുച്ഛമായിരുന്നു. എടി എടി എടി, താൻ പോടോ. എടി കോപ്പേ, താൻ പോടോ കൊളക്കോഴി. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി പുല്ലേ. അവൻ അവളുടെ കഴുത്തിൽ പിടിക്കാൻ തുടങ്ങിയതും പെണ്ണ് അവനെ തള്ളി മാറ്റി സ്വന്തം മുറിയിലേക്ക് ഓടി. നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്നതിനെന്ത് നിനക്ക് ശിക്ഷയാ ശവമേ. അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ മുന്നിലെത്തി അവൻ വാശിയോടെ വിളിച്ചു പറഞ്ഞു. ഹൂവ, കിട്ടും കിട്ടും, താൻ മുകളിലേക്ക് നോക്കി ഇരുന്നാൽ മതി. അടഞ്ഞു കിടക്കുന്ന വാതിലിൽ ചാരി നിന്ന് നെഞ്ചിൽ കൈവച്ച് ശ്വാസം നേരെയാക്കുന്നതിനിടയിലും ഉത്തര അവനെ നല്ലോണം കളിയാക്കി. ആ നേരം വാശി പിടിച്ചൊരുവന്റെ കയ്യിലെ മുറിവ് കെട്ടുകയായിരുന്നു സിദ്ധി. മതി കെട്ടിയത്. എന്നെ ഇഷ്ടമല്ലാത്തവർ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൻ കൈ പിടിച്ച് വലിക്കാൻ നോക്കിയതും പെണ്ണ് അവനെ കണ്ണു നിറച്ചൊന്ന് നോക്കി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.